വി.ഡി. സതീശൻ സർക്കാർ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏറെ പിന്നോക്കം നിൽക്കുന്ന കാസർഗോഡ് ജില്ല വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബജറ്റിനെ കാണുന്നത്. പ്രത്യേകിച്ച് കാസർഗോഡ് മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി തറക്കല്ലിട്ട മെഡിക്കൽ കോളേജ് ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല. മറ്റിടങ്ങളിലെല്ലാം മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സയടക്കം നടക്കുമ്പോഴാണ് കാസർഗോട്ടെ മെഡിക്കൽ കോളേജ് ഒരു നോക്കുകുത്തി പോലെ നിൽക്കുന്നത്. ആരോഗ്യരംഗത്ത് നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന കാസർഗോഡ് ജില്ല ഈ ബജറ്റിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു. നമുക്ക് ഇത് സംബന്ധിച്ച് ജനങ്ങളുടെ പ്രതികരണങ്ങൾ കേട്ടറിയാം. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജ് അത്യന്താപേക്ഷിതമാണ്. അതായത് വർഷങ്ങളായി നീണ്ട വർഷങ്ങളായി മംഗലാപുരത്തെ തന്നെയാണ് മെഡിക്കൽ കാര്യത്തിൽ ആശ്രയിക്കുന്നത്. മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നമൊന്നുമല്ല, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആസ്പത്രികളും വളരെ ഷോർട്ടാണ്. അതുകൊണ്ട് മിക്കവാറും മംഗലാപുരത്തെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത്. കാസർഗോഡ് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങി മെല്ലെയാണ് നീങ്ങുന്നത്. അത് വളരെ വേഗം നീക്കണം. മാറി വരുന്നത് ഏത് സർക്കാരിനും പ്രത്യേകിച്ച് കുറ്റപ്പെടുത്താനൊന്നുമില്ല. എല്ലാ സർക്കാരുകളും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നാളെ ശരിയാവും തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏത് നാളെയാണെന്ന് ഇതുവരെ തിരിയുന്നില്ല. അതുകൊണ്ട് അത് ഈ ഗവൺമെൻറ് അത് ചെയ്യുമെന്ന് പരിപൂർണമായി വിശ്വസിക്കാൻ പറ്റില്ലെങ്കിലും ചെയ്യുമെന്ന് ഒരു 50% വിശ്വസിക്കാം. ഈ ബജറ്റിൽ തൽക്കാലം പ്രതീക്ഷിക്കുന്നത്, അതായത് ഇതുവരെയുള്ള സംസാരത്തിൻ്റെ ഇടയിൽ അത് ചെയ്തു തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താ ബജറ്റിലെ തുക നീക്കി വെക്കുന്ന പ്രതീക്ഷിക്കുന്ന മെഡിക്കൽ കോളേജിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾക്കായിട്ട് ബജറ്റിൽ തുക നീക്കിവെക്കുന്ന എനിക്കൊരു വിശ്വാസം പോലെ വായിൽ മാത്രം പറഞ്ഞ് സമാക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതങ്ങനെയാണ് തോന്നുന്നത്. പ്രത്യേകിച്ചിട്ട് ഒരു പുതിയതായിട്ടുള്ള ഒരു സർക്കാരല്ലേ, പുതിയതായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയല്ലേ, പുതുതായിട്ടുള്ള ആരോഗ്യമന്ത്രിയല്ലേ, എങ്കിലും ഒന്ന് പ്രഖ്യാപിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. പുതിയ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജ് അതിൻ്റെ ഒരു ഘട്ടത്തിൽ പൂർത്തീകരണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലീകരണം ഉണ്ടാവണം. അതുപോലെ തന്നെ അക്കാദമിക്കായിട്ടുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം. ഫാക്കൽറ്റിയുടെ ശരിയായ നിയമനം ഉണ്ടാവണം. കിടത്തി ചികിത്സ തുടങ്ങിയിട്ടല്ല, കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ട്. ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് ആ സംവിധാനം വിപുലീകരിക്കാൻ കാര്യമായ ഒരു ബജറ്റ് അലോക്കേഷൻ ഉണ്ടാകണം എന്നുള്ളതാണ് കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളുടെ ആവശ്യം. സർക്കാരിന് നമുക്ക് നിലവിലുള്ള അവരുടെ സമീപനം വെച്ച് വിലയിരുത്താനായിട്ടില്ല. മുൻകാലങ്ങളിലെ അനുഭവമൊക്കെ പലപ്പോഴും UDF തറക്കല്ലിട്ടു, പേരിന് മെഡിക്കൽ കോളേജായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണോ സമീപനം എന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും കാസർഗോഡ് ജില്ലയ്ക്ക് പല ഘട്ടങ്ങളിലും വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ജില്ലയിലെ ജനങ്ങളുടെ അനുഭവം. അത് മാറിയാൽ നന്ന്. അത്യാവശ്യം മെഡിക്കൽ കോളേജ് പിന്നെ ബസ്സിന് ആണുങ്ങൾക്ക് ബസ്സിന് ഫ്രീ ആക്കണമെന്ന് ഞാൻ പറയുന്നത്.